നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം കുറച്ച് പഴയതാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിന് വീണ്ടും ഒരു പുതിയ മാനം വന്നത് ഞാൻ അടുത്തിടെ ഒരു ആർട്ടിക്കിള് ബ്ലൂംബർഗിൽ വായിച്ചപ്പോഴാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ബ്ലൂംബർഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഡേറ്റ ആഗ്രിഗേറ്റർ ആണ്. ബ്ലൂംബർഗിന്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള മൈക്കിൾ ബ്ലൂംബർഗ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയത്. ആ ആർട്ടിക്കിളിന്റെ തലക്കെട്ട് മറ്റൊന്നുമല്ലായിരുന്നു, അവർ കിഡ്സ് ആർ സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ ലാപ്ടോപ്സ് എന്നാണ്. അപ്പോൾ ടു മച്ച് ക്ലാസ് ടൈം എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ ക്ലാസ്സിനും ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പും ഡിജിറ്റൽ ഡിവൈസും സ്മാർട്ട് ക്ലാസ്സും സ്മാർട്ട് ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികൾ പെന്നും ബുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുമായിട്ട് ഡിജിറ്റൽ ഉപകരണങ്ങളുമായിട്ടാണ് ഇടപഴകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കാം. അദ്ദേഹം ഒന്നാമതായി പറയുന്ന ഒരു കാര്യം, 2020 കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ വളരെയധികം വന്നു. അഥവാ 2020 കോവിഡ് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി, കോവിഡ് കൊണ്ടുണ്ടാകുന്ന സാമൂഹിക അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രത്യാഘാതങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമായിരുന്നു. അത് അന്നത്തെ കാലത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ പിന്നീട് അത് ഒരു ആചാരമായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. സ്കൂളുകൾ തുറന്നു, തിരിച്ചു പഴയ രൂപത്തിലായി. പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ക്ലാസ് ട്രാൻസാക്ഷൻ ഒരു പകുതിയോളം കോവിഡ് കാലത്തുള്ളത് പോലെ തന്നെ നിലനിന്നു. അഥവാ വിദ്യാഭ്യാസം ഡിജിറ്റൽ ഡിവൈസിൽ കൂടെ ആണ് വരുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ പല സ്കൂളുകളിലും മാതാപിതാക്കളിലും ഉണ്ടായി. ഇതിന്റെ ഫലമായിട്ട് കുട്ടികൾ ഒരു ഡിജിറ്റൽ ഡിവൈസിന്റെ മുമ്പിൽ ചിലവഴിക്കുന്നതിന്റെ 80% സമയവും ഉപയോഗമില്ലാത്ത കാര്യങ്ങൾക്കായിട്ടാണ് ചിലവഴിക്കുന്നത് എന്നുള്ളതാണ് പല ഗവേഷണങ്ങളും പറയുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ കണക്കുകൾ അനുസരിച്ച് വെറും 28% 8ാം ക്ലാസ്സിലെ മാത്സിന്റെ അകത്ത് പ്രൊഫഷൻസി ഉള്ള കുട്ടികൾ, അതായത് 1/3 പോലും ഇല്ല. അതേപോലെ 30% പേർക്ക് മാത്രമേ വ്യക്തമായിട്ട് വായിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം 12ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ 28% മാത്സിലുള്ള നല്ല പ്രൊഫഷൻസി ഉള്ളവർ എന്നുള്ളത് താഴേക്ക് ഇടിഞ്ഞിട്ട് 24% മാറുന്നു. വായിക്കാൻ അറിയുന്നവർ 37% മാറുന്നു. നമ്മുടെ ഇന്ത്യയിലെ കണക്കുകളും വളരെ വിഭിന്നമല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാത്സ് കോമ്പിറ്റൻസിയെ കുറിച്ച്. 6ാം ക്ലാസ്സിലുള്ള 60%-ലേറെ കുട്ടികൾക്ക് വ്യക്തമായിട്ട് കുറയ്ക്കാൻ അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷമുള്ള പഠനങ്ങളാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങളെന്ന്. അഥവാ ഡിജിറ്റൽ ഡിവൈസ് വളരെ നല്ലതല്ലേ? പ്രത്യേകിച്ച് മാതാപിതാക്കളും പല അധ്യാപകരും ഉൾപ്പെടെ കുട്ടികൾ വലിയ വലിയ ടെർമിനോളജീസ് പറയുമ്പോൾ അവയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അഥവാ അവർക്ക് വിവരം കൂടി എന്നുള്ള മിഥ്യാധാരണയിൽ എത്തിച്ചേരാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കാലത്ത് 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമേരിക്കൻ കൾച്ചറിനെ കുറിച്ചോ അമേരിക്കയിൽ ഉള്ള ഇംഗ്ലീഷിന്റെ സ്ലാങ്ങുകളെ കുറിച്ചോ ഒന്നും നമ്മൾക്ക് അറിവുണ്ടായില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിവുണ്ട്. പല മാതാപിതാക്കളും ഇതിനെക്കുറിച്ച് വളരെയധികം അഭിമാനം കൊള്ളും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം അറിവുകളൊക്കെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലുള്ള പല മീഡിയയിൽ നിന്നാണ് വരുന്നത്. നല്ലത്, അക്കാര്യത്തിനകത്ത് കുറ്റം പറയാനില്ല. പക്ഷേ ഈ ഒരു അറിവ് അവർ സമയം സ്പെൻഡ് ചെയ്തതിന് മാത്രം ഉപയുക്തമായിട്ടുള്ളതാണോ? ഒരു ട്രേഡ് ഓഫിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അവർ മണിക്കൂർ കണക്കിന് ചിലപ്പോൾ യൂട്യൂബിന്റെ അകത്ത് സ്പെൻഡ് ചെയ്തതിനു ശേഷം ലഭിച്ച ഏക അറിവായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എന്ന രീതിയിൽ ഇത് ലാഭകരമായിട്ടുള്ള ഒരു സമയം സ്പെൻഡ് ചെയ്യലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസ് ഒക്കെ സ്കൂളിലൊക്കെ പ്രചാരം നൽകിയതിനും അതുപോലെ തന്നെ പല കമ്പനികളും വീടുകളിൽ ഉൾപ്പെടെ വന്നിട്ട് നിങ്ങളുടെ കുട്ടികളുടെ കുറെ മാനസികമായിട്ടും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ്, പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ആകും എന്ന് പറഞ്ഞിട്ട് വീടുകളിൽ വരെ വന്നിട്ട് റെസിഡന്റ് അസോസിയേഷനുകൾ വഴി വീടുകളിൽ വന്നിട്ട് നിങ്ങളെ കാൻവാസ് ചെയ്യുന്നവരുണ്ടാകാം. ഇതെല്ലാം വളരെ നല്ലത് തന്നെ. സ്കൂളിലെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡിന്റെ അകത്ത് വീഡിയോ കാണിച്ചിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അതിൻ്റെ അകത്ത് തെറ്റില്ല. വീട്ടിലും അതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയൊരു പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള പല കഴിവുകളും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ ഉള്ളപ്പം ബാലരമയും പൂമ്പാറ്റയൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചിത്രകഥകളായിരിക്കും വായിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ചിത്രകഥകളിനുള്ളിൽ ഉള്ള ടെക്സ്റ്റ്, ആ എഴുത്ത് വളരെ കുറവായിരിക്കും. ബാക്കി കംപ്ലീറ്റ് ചിത്രങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ എന്താണ് വ്യക്തമായിട്ടുള്ള കഥ എന്ന് അറിയണമെങ്കിൽ ഈ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ബാക്കി ചിത്രങ്ങളിലൂടെ നമുക്കുള്ള അറിവ് ലഭിക്കും. പക്ഷെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ പല കഥകളും നമ്മൾ ചിത്രകഥകൾ മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള
വളരെയധികം ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള കഥകൾ വായിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പം നമ്മൾ ഒരു ചിത്രം പോലും ഇല്ലാത്ത നോവലുകൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ചിത്രങ്ങളൊന്നുമില്ലാത്ത ഈ വായനയിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്ത് 11-12 വയസ്സുകളിലേക്ക് എത്തിപ്പെട്ടു. ചിത്രങ്ങളൊന്നുമില്ലാതെ വെറുമുള്ള എഴുതി വെച്ചതിൻ്റെ അകത്ത് വായനയിലൂടെ കുട്ടി വളരെയധികം കഴിവുകൾ സ്വായത്തമാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പച്ച നിറമുള്ള ഉടുപ്പിട്ട ഒരു പെൺകുട്ടി വയലേലകളിലൂടെ നടന്നു പോകുന്നു, അവൾക്കെതിരെ ഒരു കാള ഓടി വരുന്നു എന്ന് പറയുമ്പോൾ, ഈ ഒരു കഥ വായിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ പച്ച കളറിലുള്ള ഉടുപ്പിട്ടിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവും, ഒരു കാള അതിൽ കൂടി ഓടി വരുന്നുണ്ട്. അതായത് കുട്ടിയുടെ തലച്ചോറിൽ ഈ വായിച്ചത് ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷെ ഇന്നത്തെ രീതിയിൽ ഇവയൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ കഥ അതേപോലെ തന്നെ കാർട്ടൂണായിട്ട് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പാസീവ് ഡിവൈസ് ആയിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും, ചില കുട്ടികൾ അവർ ജന്മനാൽ വളരെ കഴിവുള്ളവരാകാം, പക്ഷെ വലുതായി കഴിയുമ്പം ഈ പറഞ്ഞ കഴിവുകളൊന്നും ഉണ്ടാകില്ല. ചില ടീഷർട്ടിന്റെ ഒക്കെ മുകളിൽ എഴുതിയതുപോലെയാണ്, ഐ ആം ബോൺ ഇന്റലിജന്റ്, എഡ്യൂക്കേഷൻ റോയിൻഡ് മീ. അപ്പോൾ ഇന്നത്തെ കാലത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൽ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ മിക്കതും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി തല്ലിക്കെടുത്തുന്നതാണ്. അതിനു വേണ്ടിയിട്ട്, ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ അകത്ത് 2 ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പീരീഡ് ഉണ്ടായാലൊന്നും വരില്ല. മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുതിയ ഒരു വേൾഡ് ഓർഡറിൽ നമുക്ക് ഒത്തിരി അറിവുകളല്ല വേണ്ടത്, ഉള്ള അറിവുകൾ നല്ല രീതിയിൽ പ്രയോഗിക്കാനുള്ള കഴിവാണ് വേണ്ടത്. ഒരു ഒറ്റ കഴിവിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യാമെങ്കിൽ അത് തന്നെ വളരെ ധാരാളമാണ്. നിങ്ങൾ ഒരു നല്ല ചിത്രം വരക്കാരനാണോ, അല്ലെങ്കിൽ ഒരു നല്ല പാട്ടുകാരനാണോ, അല്ലെങ്കിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ അറിവുള്ള ഒരാളാണോ, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അകത്ത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. അതാണ് പുതിയ വേൾഡ് ഓർഡർ. പണ്ടത്തെ പോലെ അത് സാങ്കേതിക വിദ്യയിലോ അല്ലെങ്കിൽ മെഡിസിനിലോ ഇതിൻ്റെ അകത്തൊക്കെ വേണമെന്ന് ആരും വാശി പിടിക്കുന്നില്ല. സംസ്കൃതത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസ്കൃതം ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഒട്ടേറെ അവസരങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ലോകത്തുള്ള എല്ലാ സ്കൂളുകളും ഇതുപോലെയാണ്. അല്ല, പല സ്കൂളുകളും ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ പറഞ്ഞ ഡിജിറ്റൽ ഡിവൈസ് ഒക്കെ ഉള്ളിലേക്ക് കടന്നു കയറാത്തതായിട്ട്. ആ സ്കൂളുകളൊന്നും ഗ്രാമാന്തരങ്ങളിലെ സ്കൂളുകളൊന്നും അല്ല. വളരെയധികം പണമുള്ളവരുടെയും വളരെ വിഷണറീസും എല്ലാം വലിയ സിറ്റിയിലെ ലക്ഷങ്ങള് ട്യൂഷൻ ഫീസ് വാങ്ങിക്കുന്ന സ്കൂളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 2 തരം പൗരന്മാര് വളർന്നു വരുന്നു. പിന്നെ സ്കൂളുകളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ക്ലാസ്സിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്ന പോലെ തന്നെ എല്ലാത്തിൻ്റെ അകത്തും കഴിവ് കുറഞ്ഞ മൂല്യച്യുതി സംഭവിച്ച ആളുകൾ വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും മോശമില്ലാതെ താഴേക്ക് വന്നിട്ടുണ്ട്. ക്വാളിറ്റി ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏതൊരു സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും ഒരു തലവേദനയാണ്. ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ആകട്ടെ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവ വലിയൊരു പരിധി വരെ ഈ കഴിവില്ലാത്ത ടീച്ചർമാർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി മാറും എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു. അഥവാ കുട്ടികൾ അതിലെങ്കിലും നോക്കിയിരുന്നിട്ട് പ്രശ്നങ്ങളില്ലാണ്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പൊക്കോളും. അപ്പോൾ കുറേ സ്കൂളുകളൊക്കെ ഈ ഡിജിറ്റൽ ഡിവൈസ് കൊണ്ടുവരാൻ വേണ്ടി ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ അറിയാതെ പോകുന്ന ഒരു പ്രശ്നം, ഈ ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ടാണ് യൂട്യൂബിന്റെ ഷോർട്സ് ആകട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ആകട്ടെ 30 സെക്കൻഡും 60 സെക്കൻഡും ഒക്കെ ഉള്ളത്. അവ കാണും തോറും കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞു വരും. പണ്ടത്തെ കാലത്ത് ഒരു പുസ്തകം വായിച്ചിട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ആ കുട്ടിക്ക് ആ കഥയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ സിനിമ എന്താണ്, ആ ഒരു ചെറിയൊരു കോണ്ടന്റ് എന്താണ്, സ്റ്റോറി എന്താണെന്നത് അറിയാനുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ട് കുട്ടിക്ക് സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മളിവിടെ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂടുതലായിരിക്കും. വലിയൊരു പരിധി വരെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്ത കുട്ടികളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് വലിയൊരു പ്രശ്നം. ഈ ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ കൂടുന്ന കാര്യത്തിൻ്റെ അകത്ത് പണ്ടത്തെ കാലത്ത് നിന്നും ഇന്നത്തെ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കരിക്കുലത്തിലുണ്ടായ മാറ്റവും വലിയൊരു കാരണം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്ത് കാര്യമായിട്ട് ചിത്രങ്ങളൊന്നും ഇല്ലാത്ത പുസ്തകങ്ങളായിരുന്ന സമയത്ത് അത് വായിച്ച് തന്നെ വേണമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും വീണ്ടുമുള്ള വായനകൾ അവ പലപ്പോഴും ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് വിനോദോപാധികളുടെ കാര്യം പറഞ്ഞാൽ പോലും ടെലിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെ കാലത്ത് ആകെയുള്ളത് ഹീമാനോ അല്ലെങ്കിൽ മിക്കി മൗസോ ആഴ്ചക്ക് ഒരു ദിവസമാണ് വരിക. അതിനുവേണ്ടി കാത്തിരിക്കും. കൂടാതെ വന്നു കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂർ മിക്കി മൗസ് ആണ്. നമുക്കത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല, അത് കാണുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ.
അപ്പൊ അതുകൊണ്ട് അത് മൊത്തം ഇരുന്ന് കാണും. പിന്നീട് വന്നത് കേബിൾ ടി വിയുടെ ഒരു വിപ്ലവമാണ്. കേബിൾ ടി വി വന്നു കഴിഞ്ഞപ്പം ഒന്നിലേറെ കുട്ടികൾക്കുള്ള ചാനലുകളുണ്ട്. ഈ ചാനൽ കണ്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കണ്ടിട്ട് അടുത്ത ചാനലിൽ പോയി കാണാം. അപ്പോൾ സ്പാൻ ഓഫ് അറ്റൻഷൻ വീണ്ടും കുറഞ്ഞു. പിന്നീട് വന്നത് ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റിന്റെ യൂട്യൂബ് പോലെയൊക്കെ ഉള്ളതാണ്. ഇതിന്റെ അകത്താകുമ്പോൾ എല്ലാം സെക്കൻഡുകൾ മാത്രം കണ്ടിട്ട് അടുത്തയിലേക്ക് ചാടിക്കിറക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ പതുക്കെ പതുക്കെ മാറി മാറി വന്നു പോലും നമ്മളുടെ കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷനെയും ഒരു കാര്യത്തിന്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവിനെയും വളരെയധികം ബാധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്ലൂംബർഗ് പോലത്തെ വലിയൊരു ബിസിനസ് ഡാറ്റ ആഗ്രിഗേറ്റർ കമ്പനിയിൽ 50,000-ലേറെ പേരെ ഓരോ വർഷവും ഹയർ ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ മേധാവി മൈക്കൽ ബ്ലൂംബർഗ് ഇക്കാര്യത്തെക്കുറിച്ച് ആശങ്കാകുലനാകണമെങ്കിൽ ഭാവിയിലേക്ക് കുട്ടികൾക്ക് വേണ്ട സ്കിൽ സെറ്റ് കുറഞ്ഞു എന്ന് തന്നെ അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. ഇക്കാര്യം അദ്ദേഹത്തിന് മാത്രം തോന്നേണ്ട കാര്യമല്ല, മാതാപിതാക്കളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും തോന്നേണ്ട ഒരു കാര്യമാണ്. എന്നാൽ കുട്ടികളെ പൂർണ്ണമായിട്ടും ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് അതിന്റെ ഉത്തരം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ മുകളിൽ വലിയധികം പ്രഷർ ഉണ്ടാവും. കാരണം കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നമ്മളോട് തിരിച്ചു പറയുന്നത് നിങ്ങൾ ഇനി മൊബൈൽ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയുന്നു, എന്റെ കൂട്ടത്തിലിരിക്കുന്നവൻ ആ ഗെയിം കളിക്കുന്നു, ഈ ഗെയിം കളിക്കുന്നു, നിങ്ങൾ മാത്രം എന്താ എനിക്ക് തരാത്തതെന്നായിരിക്കും. അതുപോലെ തന്നെ പല കുട്ടികളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിത്ഡ്രോവൽ സിംറ്റംസ്, കള്ളുകുടിയന്മാർ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ഇതിന്റെ അതിനുള്ള വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗെയിം കളിക്കേണ്ട എന്ന് പറഞ്ഞതിന് തല്ല് കിട്ടിയ അച്ഛന്മാർ വരെ ഈ നാട്ടിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പതുക്കെ മെല്ലെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആത്യന്തികമായിട്ട് വായന, അത് ഡിജിറ്റൽ ഡിവൈസ് ആയിട്ടുള്ള ആമസോൺ കിൻഡിൽ പോലെയൊക്കെ ഉള്ളതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീഡിംഗ് ആപ്പ് ആണെങ്കിലും ശരി, അതിൻ്റെ അകത്തുള്ള റീഡിംഗ് എങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കുക. വലിയ വലിയ മാറ്റങ്ങൾ അവ നമ്മുടെ സമൂഹത്തിന് വരുത്തും. ഇല്ലെങ്കിൽ നമുക്കിവിടെ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം നടന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ വിദ്യാഭ്യാസ വിപ്ലവം കുറെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് കഴിവുകളുള്ള ആളുകളുടെ എണ്ണം പണ്ട് വിദ്യാഭ്യാസം ഉള്ളവരെക്കാളും വളരെ കുറവായിരിക്കും. അപ്പൊ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.